നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ വേർപാട് നമ്മളെല്ലാവരും ദുഃഖത്തിൽ ആഴ്ചയാക്കുകയാണ്. വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. ശരിക്കും നമ്മളൊക്കെ ഞെട്ടിപ്പോയി എന്ന് പറയാം. കാരണം രോഗബാധിതനായിരുന്ന അദ്ദേഹം രോഗമെല്ലാം മാറി വത്തിക്കാനിലേക്ക് തിരിച്ചു വന്നുവെന്നാണ് നമ്മൾ കേട്ടത്. ഇനി അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ദൈവം അദ്ദേഹത്തെ ഇന്നലെ തിരിച്ചു വിളിക്കുകയുണ്ടായി. ഈ നിങ്ങളുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തിൽ ഈ ദുഃഖം മാറ്റാൻ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്നും നമ്മളെ കാത്തു പരിപാലിക്കട്ടെ എന്നും ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഫ്രാൻസിസ് പാപ്പയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കോഴിക്കോട് രൂപതയ്ക്കും എനിക്കും ചെയ്ത നന്മകളെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. കോഴിക്കോട് രൂപതയെ 102 വർഷം പഴക്കമുള്ള കോഴിക്കോട് രൂപതയെ ഒരു അതിരൂപതയായിട്ട് ഉയർത്തിയത് ഈ ഫ്രാൻസിസ് പാപ്പയാണ്. എന്നെ അതിരൂപത അധ്യക്ഷനായിട്ട് നിയമിച്ചതും ഫ്രാൻസിസ് പാപ്പയാണ്. കഴിഞ്ഞ ആഴ്ച, അതായത് ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് അത് പ്രഖ്യാപനം നടത്തിയത്. എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് നിയോഗിച്ച ഒരു മെത്രാപ്പോലീത്ത ഞാനായിരിക്കുമെന്ന് കരുതുകയാണ്. അതുപോലെ തന്നെ അവസാനമായി അതിരൂപതയായിട്ട് ഉയർത്തിയ ഒരു രൂപത കോഴിക്കോട് രൂപതയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിക്കുമ്പോൾ സിറ്റുവേഷൻ അങ്ങനെ കാണുന്നത്. ഈ മാർപ്പാപ്പയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഓരോ വ്യക്തിയെയും ഏതാണ്ട് മദർ തെരേസ നോക്കുന്ന പോലെ നോക്കി കൈകൾ തന്ന് ഹൃദയത്തോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമ്മൾ അവിടെ ഇവിടെ നോക്കിയിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ മാർപ്പാപ്പ അങ്ങനെയല്ല. നമ്മുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് എന്തെങ്കിലും ഇറ്റാലിയൻ ഭാഷയിലൊക്കെ പറയും നമ്മളോട്. അപ്പോൾ അങ്ങനത്തെ, പിന്നെ നമ്മൾ പേഴ്സണലായിട്ട് പോയി കാണാൻ പോകുമ്പോൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കാറുണ്ട്. സാധാരണയായിട്ട് ഞാൻ വല്ല പരിപാടിക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കുറച്ച് നേരത്തേക്ക് മാത്രമേ കാണാറുള്ളൂ. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ പറയുന്നത്, ഈ ലോകത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത്, എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ മാത്രമേ ലോകത്തിലുള്ളൂ എന്നുള്ള ഒരു മനോഭാവത്തോടെ എന്നോട് സംസാരിക്കുന്നത്. അത്രമാത്രം ഇൻറ്റിമേറ്റ് ആയിട്ട്, അത്രമാത്രം റിലേഷൻഷിപ്പോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരു പാപ്പയായിരുന്നു. പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന, ദരിദ്രരിലേക്ക് ഇറങ്ങിച്ചെന്ന, ദുഃഖിതരെയും വേദനിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും രോഗിയിലേക്ക് ഒത്തിരി സ്നേഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ അഭയാർത്ഥി പ്രശ്നത്തിൽ ധാരാളം ആളുകൾ യൂറോപ്പിലേക്കൊക്കെ വന്നപ്പോൾ ധാരാളം വിമർശനങ്ങളുണ്ടായി. പക്ഷെ മാർപ്പാപ്പ ഈ അഭയാർത്ഥികൾക്ക് അഭയം നൽകണമെന്ന് വളരെ ഉച്ചത്തിൽ പറഞ്ഞ ഒരു മാർപ്പാപ്പയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്ത പേര്, അത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടേതാണ്. അസീസിയെ ഒത്തിരി സ്നേഹിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. അസീസിയുടെ എളിമ, അസീസിയുടെ ലാളിത്യം, ഫ്രാൻസിസ് അസീസിയുടെ ദാരിദ്ര്യം, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ പേര്, ഫ്രാൻസിസ് എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിച്ചത്. ചരിത്രത്തിൽ 2ാമത്തെ ക്രിസ്തു എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് പാപ്പ 2ാമത്തെ ഫ്രാൻസിസ് അസീസി എന്ന് ലോകമെമ്പാടും അറിയപ്പെടും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഫ്രാൻസിസ് അസീസിയെ പോലെ സുവിശേഷം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുദ്ധങ്ങൾ നടത്തുന്നത്
മഹാപാതകമാണെന്ന് വിളിച്ചു പറഞ്ഞ വ്യക്തിത്വമാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞ യുദ്ധം അസംബന്ധമാണെന്നും യുദ്ധം ഭ്രാന്താണെന്ന് പറഞ്ഞ ഒരു മാർപ്പാപ്പയാണ്. ഈസ്റ്റർ സന്ദേശത്തിന് അദ്ദേഹം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി. അത് നിർത്തണമെന്ന് പ്രത്യേകമായിട്ട് വിളിച്ചു പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ മാർപ്പാപ്പ ഈ യുക്രൈൻ റഷ്യൻ വാർ, അതുപോലെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം, ഇതൊക്കെ വളരെ ദുഃഖിതനായിരുന്നു. അത് രോഗിയായത് തന്നെ ആ ദുഃഖത്തിൻ്റെ ഫലമായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി, ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മാത്രമല്ല എല്ലാ മനുഷ്യർക്കും വേണ്ടി നിലകൊണ്ട മനുഷ്യ സ്നേഹിയാണ്, ഒരു പ്രവാചകനാണ് നമ്മുടെ പരിശുദ്ധ പിതാവ് എന്ന് പറയാൻ ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ദൈവം നിത്യശാന്തി നൽകട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം നിത്യതയിൽ വിലയം പ്രാപിക്കുമെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.